നമസ്കാരം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന ഇഡിക്ക് വിശ്വാസ്യത തീരെയില്ല എന്ന് മന്ത്രി വി എൻ വാസവൻ ഇന്നലെ പറഞ്ഞത് വെറുതെയല്ല. അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കുകയാണ് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നവർ പോലും. ഇ ഡി 2019 മുതൽ 2024 വരെ രജിസ്റ്റർ ചെയ്ത ഏതാണ്ട് 900-ലധികം കേസുകളിൽ 40ഓളം കേസുകളിൽ മാത്രമാണ് പ്രതികളെ ശിക്ഷിച്ചത്. ഏതാണ്ട് 6.4% കൺവിക്ഷൻ റേറ്റ്. അതുകൊണ്ട് തന്നെ ഇ ഡി ആവേശം കാണിക്കുന്നതല്ലാതെ യഥാർത്ഥ റിസൾട്ട് ഉണ്ടാക്കുന്നു എന്ന് വിശ്വസിക്കാത്തവരാണ് ഭൂരിഭാഗം, പ്രത്യേകിച്ച് മലയാളികൾ. പിണറായി വിജയൻ എന്ന കേരളത്തെ കുട്ടിച്ചോറാക്കിയ മുഖ്യമന്ത്രിക്കെതിരെ ഇ ഡി ഇതുവരെ ഫലപ്രദമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. പലതവണ കേസുകൾ എടുത്തെങ്കിലും ആ കേസുകളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ആർക്കും അറിയില്ല. അതുകൊണ്ട് ഇ ഡി പരിശോധന, ഇ ഡി റെയ്ഡ് എന്നൊക്കെ കേട്ടാൽ ആർക്കും ആവേശം തോന്നുകയില്ല. എന്നാൽ അങ്ങ് പതിവ് പോലെ എഴുതിത്തള്ളാൻ കഴിയുന്നതായിരുന്നില്ല ഇന്നലെ വെളുപ്പിന് മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാണ്ട് 26 ഇടങ്ങളിൽ പല യൂണിറ്റുകളിലെ ഓഫീസർമാരുടെ സഹായത്തോടെ നടത്തിയ റെയ്ഡ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് 26 വ്യത്യസ്തമായ ഇടങ്ങളിൽ, അത് പല പ്രമുഖരുടെയും വീടുകളിലും സ്ഥാപനങ്ങളിലും അടക്കം 3 സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ടിലും കർണാടകയിലും കേരളത്തിലും, വലിയ ഇ ഡിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ എൻഫോഴ്സ്മെൻറ്റുകളിൽ ഒന്നായിരുന്നു ഇന്നലത്തെ റെയ്ഡ്. ഈ റെയ്ഡിന് ഇ ഡി ഉദ്യോഗസ്ഥർ എത്തിയത് പണ്ട് പോപ്പുലർ ഫ്രണ്ടിനെ പിടികൂടാൻ എത്തിയതുപോലെ യന്ത്രത്തോക്കേന്തിയ CRPF ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ്. ബാംഗ്ലൂരും കോഴിക്കോടും കൊച്ചിയും ചെന്നൈയും അടങ്ങിയ ഇ ഡിയുടെ 4 യൂണിറ്റുകളിൽ നിന്ന് 110 ഉദ്യോഗസ്ഥരാണ് ഈ റെയ്ഡിനെത്തിയത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുന്നോടിയായി കേരളത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ പോലും അത്രയും ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ പല യൂണിറ്റുകളായി തിരിച്ച് അവർ ഏതാണ്ട് 26 ഇടത്ത് റെയ്ഡ് നടത്തുകയായിരുന്നു. ഓരോ റെയ്ഡിനും അകമ്പടിയായി അനേകം CRPF ഉദ്യോഗസ്ഥർ യന്ത്രത്തോക്കുകളുമായി, വലിയ യന്ത്രത്തോക്കുകളുമായി കൂടെ നിന്നിരുന്നു. ദീർഘനേരം നീണ്ടുനിന്ന റെയ്ഡായിരുന്നു ഇന്നലെ നടന്നത്. റെയ്ഡിലെ കണ്ടെത്തലുകളെക്കുറിച്ച് സൂചനകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി ഇ ഡി ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിരിക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 13 പേരെ മാത്രം കേന്ദ്രീകരിച്ചല്ല, ഏതാണ്ട് 35ഓളം പേരെ കേന്ദ്രീകരിച്ചാണ്. പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ അത് കേവലം മോഷണ കേസായി മാറുമെന്ന് മനസ്സിലാക്കിയ ഇ ഡി ഹൈക്കോടതിയിൽ അനുമതി തേടി. ആ അനുമതിയുടെ ഭാഗമായി ഈ പറയുന്ന SITയിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. SIT അത് കൊടുക്കാൻ വിസമ്മതിച്ചെങ്കിലും കോടതി അനുമതി കൊടുത്തു. ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഇ ഡി വരും എന്ന് ഇവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. സർക്കാർ ഇ ഡിയുടെ വരവ് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുകയായിരുന്നു. അവർ അതിന് വലിയ ഗൗരവമൊന്നും കൊടുത്തിരുന്നില്ല. അവർ പരിശ്രമിച്ചത് CBIയെ ഒഴിവാക്കാനായിരുന്നു. ഇ ഡി വരും എന്നറിയുമ്പോൾ തന്നെ CBI വരാതിരിക്കാനുള്ള നീക്കം ശക്തമായിരുന്നു. CBI എത്തിയാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാവും. മുഴുവൻ അന്വേഷണവും CBIയുടെ കൈകളിലേക്ക് മാറും. അങ്ങനെ വരുമ്പോൾ കേരള സർക്കാരിനോ കേരള പോലീസിനോ ഒട്ടും സ്വാധീനമില്ലാതെ വരും. ഇപ്പോൾ പോലും വേണ്ടത്ര സ്വാധീനമില്ല. ഹൈക്കോടതിയുടെ കർശനമായ നിയന്ത്രണത്തിലാണ് അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഇടപെടാൻ കഴിയില്ല. എങ്കിൽ പോലും ചില വിട്ടുവീഴ്ചകൾ, ചിലരെ ഒഴിവാക്കാനുള്ള ശ്രമങ്ങൾ പറ്റുമെങ്കിൽ സാധിച്ചു കൊടുക്കാൻ ഈ അന്വേഷണ സംഘം ശ്രമിക്കാറുണ്ട്. അതിന് ഉദാഹരണമാണ് KP ശങ്കരദാസിൻ്റെ അറസ്റ്റ് അവസാന നിമിഷം കോടതി എടുത്തിട്ട് കുടയുന്നതുവരെ വൈകിപ്പിച്ചത്. എന്നാൽ CBI ആണെങ്കിൽ അത് നടക്കില്ല. അതുകൊണ്ട് സർക്കാർ CBI ഒഴിവാക്കാനുള്ള നീക്കത്തിലായിരുന്നു ഇതുവരെ. ഇതിനിടയിൽ ഇ ഡി വരുമെന്ന് അവർക്കറിയാമായിരുന്നു. കാരണം ഇ ഡി അതിനുവേണ്ടി അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിരുന്നു, കോടതി അനുമതി കൊടുത്തിരുന്നു, ഇ ഡി ഈ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു, രേഖകൾ കൈമാറിയിരുന്നു. എന്നാൽ ഇ ഡിയുടെ വരവ് അവർ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല. CPM വൃത്തങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇ ഡി വന്നത്. ഇവർ കരുതിയിരുന്നത് ഇ ഡിയുടെ പതിവ് പോലെ ഒരു സംഘം വരും, ഈ വിവരങ്ങളെല്ലാം ശേഖരിക്കും, ഇവരെയെല്ലാം ചോദ്യം ചെയ്യും, അങ്ങനെ കാര്യങ്ങൾ നീങ്ങുമെന്നാണ്. പക്ഷേ ഇ ഡി ഇതിനെ അതീവ ഗൗരവമുള്ള ഒരു വിഷയമായി ഏറ്റെടുക്കുന്നു. സാധാരണ എടുക്കുന്നതിനേക്കാൾ ഗൗരവത്തോടുകൂടി പല യൂണിറ്റുകളെ സംയോജിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം ഒതുങ്ങാത്ത തരത്തിൽ ദക്ഷിണേന്ത്യയിലെ ക്ഷേത്ര കൊള്ളകൾക്ക് അറുതി വരുത്തുന്ന ഭാഗമായി ഒരു വലിയ അന്വേഷണത്തിന് തുടക്കമിടുന്നു. ഇ ഡി വാസ്തവത്തിൽ അതീവ രഹസ്യമായി ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ആ വിവരങ്ങളൊക്കെ അവർ രഹസ്യമാക്കി വെച്ചു. ചോദിക്കുന്നവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ തൽക്കാലം ചെയ്യൂ, ഞങ്ങൾ പിന്നെ വന്നോളാം, നിങ്ങൾ അന്വേഷണം നടത്തട്ടെ എന്ന തരത്തിലൊരു ഒഴുക്കൻ മട്ടിലായിരുന്നു. എന്നാൽ ഇ ഡി വിശദമായി തന്നെ അന്വേഷണത്തിലായിരുന്നു. അവർ ഈ 13 പ്രതികളുടെ കാര്യം മാത്രമല്ല,
ഈ പ്രതികളുടെ ബന്ധുക്കൾ, ആ ബന്ധുക്കൾക്കുള്ള സ്ഥാപനങ്ങൾ, ഇവരെക്കുറിച്ചെല്ലാം വിശദമായി വിവരങ്ങൾ ശേഖരിച്ചു. ഇ ഡി ഏറ്റവും കൂടുതൽ ഞെട്ടിയത് പങ്കജ് ഭണ്ഡാരി എന്ന സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ റോള് കേട്ടിട്ടാണ്. സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞിരുന്നത്, ഞങ്ങളോട് വന്ന് സ്വർണ്ണം ഒരുക്കാൻ പറഞ്ഞു, ഞങ്ങൾ ഒരുക്കി കൊടുത്തു. ചെമ്പ് പൂശാൻ പറഞ്ഞു, ഞങ്ങൾ പൂശി കൊടുത്തു. ഇതായിരുന്നു സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ നിലപാട്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. സ്മാർട്ട് ക്രിയേഷൻസ് ഇതിനെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും, കേവലം ശബരിമല ക്ഷേത്രത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ പ്രസിദ്ധമായ പല ക്ഷേത്രങ്ങളും, കുംഭകോണവും ശിവകാശിയും അടക്കമുള്ള ഇടങ്ങളിലെ ക്ഷേത്രങ്ങളിലേതടക്കം ഇത്തരം സ്വർണ്ണമൊരുക്കലും കടത്തലുമൊക്കെ ഈ സ്മാർട്ട് ക്രിയേഷൻസിലൂടെ നടന്നു എന്നും ഇ ഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കേവലം ശബരിമലയിൽ ഒതുങ്ങി നിൽക്കില്ല. അതിനപ്പുറത്തേക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലുമൊക്കെ വലിയ തോതിൽ ക്ഷേത്ര കൊള്ള നടക്കുന്നതിനെ അറുതി വരുത്തുന്നതിനുള്ള വലിയൊരു അന്വേഷണമായി ഇത് മാറുകയാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ വരും, കൂടുതൽ പ്രതികൾ വരും, കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവും. ഇപ്പോൾ SIT ചോദ്യം ചെയ്ത് നിരപരാധികൾ എന്ന് പറഞ്ഞ് വിട്ടയച്ചവരെയൊക്കെ ഇ ഡി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് ഡി-മണി, ഡിണ്ടിഗലിലെ ഡി-മണിയും സഹായിയും നിരപരാധികളാണ് എന്ന് പറഞ്ഞ് SIT വിട്ടയച്ചിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന റെയ്ഡ് ഡി-മണിയുടെ വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ ദേവസ്വം സെക്രട്ടറി ആയിരുന്ന ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. ജയശ്രീയുടെ തിരുവല്ലയിലെ വീട്ടിലും റെയ്ഡ് നടന്നു. വലിയ റെയ്ഡായിരുന്നു. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് നീണ്ടുപോയ റെയ്ഡായിരുന്നു. ഈ റെയ്ഡിൽ CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റും വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജും ദേവസ്വം ബോർഡ് കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമൊക്കെയായ തിരുവനന്തപുരം പേട്ടയിൽ താമസിക്കുന്ന വാസുവിന്റെ പേട്ടയിലെ വസതിയിൽ റെയ്ഡ് നടന്നു. അതുപോലെ പത്മകുമാറിന്റെ ദീർഘകാലം CPMന്റെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമൊക്കെയായ മുൻ MLAയുമായ പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ, വളരെ ആറന്മുള ക്ഷേത്രവുമായി കേട്ട് വളരെ ബന്ധമുള്ള വസതിയാണ്, ആ വസതിയിൽ റെയ്ഡ് നടന്നു. തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിന്റെ തിരുവനന്തപുരത്ത് പാങ്ങാപ്പാറയിലുള്ള ഫ്ളാറ്റ് മറ്റൊരു റെയ്ഡ് നടന്ന ഇടമാണ്. ജയശ്രീയുടെയും സുദേശ് കുമാറിന്റെയും പത്മകുമാറിന്റെയും പത്തനംതിട്ട ജില്ലയിലെ പലയിടങ്ങളിൽ റെയ്ഡ് നടത്തി. അതുപോലെ പോറ്റി, ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖ്യപ്രതിയാണ്. പോറ്റിയുടെ ബാംഗ്ലൂരിലെ ഫ്ളാറ്റില്, തിരുവനന്തപുരത്ത് പുളിമാത്തിലെ വീട്ടില് റെയ്ഡ് നടത്തി. പുളിമാത്തിലെ വീട്ടിൽ റെയ്ഡിനെത്തുമ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പോറ്റിയുടെ അമ്മ വെഞ്ഞാറമൂട്ടിലെ മകളുടെ വീട്ടിലായിരുന്നു, അത് പോറ്റിയുടെ സഹോദരന്റെ വീട്ടിലായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് ഈ സ്വർണ്ണപീഠം കണ്ടെത്തി. അങ്ങനെയാണ് ഈ വിവാദം പുറത്തേക്ക് വരുന്നതും ഇതൊരു അന്വേഷണത്തിന് തുടക്കമിടുന്നതും. എന്നിട്ട് ഈ അമ്മയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാണ് റെയ്ഡ് നടത്തിയത്. ഇടപാടുകളുടെ വിശദാംശങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മുരാരി ബാബുവിൻ്റെ ചങ്ങനാശ്ശേരി പെരുന്നയിലെ വസതിയിൽ ദീർഘനേരം സെർച്ച് നടത്തി. ഏതാണ്ട് 35ഓളം വ്യക്തികൾ ഇ ഡിയുടെ കേസിൽ പ്രതിയാകും. 8 സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിലേക്ക് പെടും. അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡുമായി ചേർന്ന് നിന്ന് കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകളും അവരുടെ ബന്ധുക്കളും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുമൊക്കെയാണ് അന്വേഷണ പരിധിയിൽ പെടുന്നത്. ഇതിൽ സർക്കാരിനെ ഞെട്ടിച്ചതും ഭയപ്പെടുത്തിയതും തീർച്ചയായും ഈ ഗൗരവം ഇ ഡി കൊടുത്തത് കണ്ടിട്ടാണ്. യന്ത്രത്തോക്കേന്തിയ കേന്ദ്രസേനയുടെ സഹായത്തോടു കൂടി ഈ അന്വേഷണം നടന്നു എന്നതിൽ തന്നെ ഭയപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിയതും പരിശോധിച്ചതുമാണ്. ദേവസ്വം ബോർഡ് ആസ്ഥാനം വളരെ ദുരൂഹമായ പല ഇടപാടുകളുടെയും കലവറയാണ്. രാവിലെ 7:20 യന്ത്രത്തോക്കേന്തിയ കേന്ദ്രസേനാംഗങ്ങളുടെ സഹായത്തോടെ വലിയൊരു സംഘം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിക്ക് തൊട്ടടുത്തുള്ള നന്തങ്കോട് ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനത്തെത്തുകയാണ്. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവരെ വിളിച്ചു വരുത്തി. പക്ഷേ ഏതാണ്ട് 9:30 മണി വരെ ഉദ്യോഗസ്ഥന്മാർക്ക് കാത്തു നിൽക്കേണ്ടി വന്നു. അവർ ബോധപൂർവം ഉന്നതങ്ങളിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ വരാതിരിക്കാൻ കഴിഞ്ഞില്ല. വന്നു. നിർണായകമായ പല രേഖകളും പിടിച്ചെടുത്തു. പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്. കേവലം ശബരിമലയിലെ സ്വർണ്ണമോഷണമല്ല, അതിനപ്പുറത്തേക്ക് വലിയ കൊള്ള ശബരിമലയിൽ നടക്കുന്നു. ഈ കൊള്ളയെല്ലാം കള്ളപ്പണ ഇടപാടുകളിലൂടെയാണ് എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നതും സംശയിക്കുന്നതും പരിശോധിക്കുന്നതും. ഇതര സംസ്ഥാനത്തു നിന്നുള്ള ഭക്തർ കൂട്ടത്തോടുകൂടി സന്നിധാനത്തേക്ക് എത്താറുണ്ട്. അവർക്ക് ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാകുമ്പോൾ, അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അയ്യപ്പ ഭഗവാന്റെ കൃപ കൊണ്ടാണ് എന്ന ഉത്തമ ബോധ്യത്തിൽ അവർ വിലപിടിപ്പേറിയ സ്വർണവും വജ്രവും ആഭരണങ്ങളുമൊക്കെ ഭണ്ഡാരത്തിലേക്ക് ഇടാറുണ്ട്. ഈ ആഭരണങ്ങളൊക്കെ പേരിന് മാത്രം ചിലതൊക്കെ കുറിച്ചു വെച്ചിട്ട് ബാക്കിയൊക്കെ സംഘടിതമായി അടിച്ചു മാറ്റുന്നു. ഇതൊന്നും ദേവസ്വം ബോർഡിന്റെ അസറ്റിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് ഇ ഡിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ തോതിൽ സംഭാവന കൊടുത്ത, ആഭരണങ്ങൾ കൊടുത്ത ആളുകളെ കണ്ടെത്തി അവരുടെ സത്യവാങ്മൂലം എടുത്ത് അതെവിടെ എന്ന് അന്വേഷിക്കുന്നതായിരിക്കും ഇ ഡിയുടെ അന്വേഷണത്തിലെ നിർണായകമായ ഒരു രീതി. ഇത് വല്ലാത്ത കുഴപ്പമുണ്ടാക്കും. കാരണം ഞാൻ കൊടുത്തു എന്ന് പറയുന്ന സാധനം, അതിന് തെളിവുകൾ, വാങ്ങിയത്, കൊണ്ടുപോയത്, ഇട്ടതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതവിടെ ഇല്ലെങ്കിൽ അത് മോഷണമായി മാറി. ഇത്തരത്തിൽ വലിയ തോതിലേക്ക് അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഭംഗിയായി പ്രത്യേക അന്വേഷണ സംഘം കേസന്വേഷണം നടത്തുമ്പോഴും അവർ അതിനപ്പുറത്തേക്ക് വ്യാപിക്കാതിരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിൻ്റെ കള്ളപ്പണ ഇടപാടുകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നു കയറി വലിയ തോതിൽ ഭഗവാനെ കൊള്ളയടിക്കാൻ ശ്രമിച്ച് ആ പണം
തെറ്റായ വഴികളിലൂടെ വിനിയോഗിക്കുകയും തെറ്റായ രീതിയിൽ സമ്പാദ്യം നടത്തുകയും ഒക്കെ ചെയ്തു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഇ ഡി തന്ത്രിയെയും ഒഴിവാക്കിയിട്ടില്ല. തന്ത്രിയുടെ അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ വിശദാംശങ്ങളും ഇ ഡി ശേഖരിക്കുന്നുണ്ട്. എന്തായാലും CPIM എന്ന രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നിലയില്ലാ കയത്തിലേക്ക് ചാടിപ്പോവുകയാണ്. സകല ഭക്തരും ആശങ്കപ്പെടുന്നു. വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായരെയും രംഗത്തിറക്കി ഹിന്ദു ഭക്തരെ തങ്ങൾക്കൊപ്പം നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ശബരിമലയിലെ ഭഗവാനോട് ഇവർ കാട്ടിയ കൊള്ളയടി, ആ കൊള്ള മുതൽ പങ്കുവെച്ചത് ഒക്കെ ഭക്തരുടെ മനസ്സിലേൽപ്പിച്ചിരിക്കുന്ന മുറിവ് ഒരിക്കലും ഉണങ്ങാത്ത സാഹചര്യമാണ്. ആ മുറിവിലേക്ക് എണ്ണ പുരട്ടാനാണ് ഇ ഡി കൂടി എത്തിയിരിക്കുന്നത്. പിണറായിയുടെ സർക്കാരും എങ്ങനെ പേടിക്കാതിരിക്കും? CPM എങ്ങനെ ജനങ്ങളുടെ മുമ്പിലെത്തും എന്ന ആശങ്കയിലാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഴിഞ്ഞാടി CPMന്റെ ഉറക്കം കെടുത്തുമെന്ന് തീർച്ച.